അതെ, പണ്ടൊരു സിനിമയുണ്ടായിരുന്നു. നമ്മുടെ മുരളിയും മോഹൻലാലൊക്കെ അഭിനയിച്ച ലാൽ സലാം. ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു കൃത്യമായ ഒരു കാഴ്ചപ്പാട്, അത് ടി വി തോമസിൻ്റെയും ഗൗരിയമ്മയുടെയും കഥയാണെന്നൊക്കെ പറയുന്നു. എന്നിരുന്നാലും മോഹൻലാൽ അഭിനയിച്ച ആ കഥാപാത്രത്തിൻ്റെ പല ഡയലോഗുകളും വലിയ രീതിയിൽ ജനങ്ങളെ സ്വാധീനിച്ചു എന്നുള്ളത് വാസ്തവമാണ്. വീണ്ടും ഒരു ലാൽ സലാം പൊങ്ങി വരികയാണ്. സംഭവം മോഹൻലാലിന് മറ്റേ ദാദാ സാഹബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതിന് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ ആദരിക്കാൻ പോകുന്നു. പരിപാടിയുടെ പേര് ലാൽ സലാം എന്നുള്ളതാണ്. ഈ ലാൽ സലാം എന്ന് വെച്ചാൽ റെഡ് സല്യൂട്ട്. റെഡ് സല്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവകാശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളതാണ്, CPM-നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇടക്ക് CPM-ലേക്ക് പോയ ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ വന്നിട്ട് അതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അത്രയ്ക്കങ്ങ് വിമർശിക്കേണ്ട കാര്യമുണ്ടോ? ലാൽ സലാം, മോഹൻലാലിൻ്റെ ലാൽ എടുത്തതിനൊരു സലാം കൊടുത്തതായിക്കൂടെ? ശരിക്കും പറഞ്ഞാൽ ചെറിയാൻ ഫിലിപ്പ് ആ പറയുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. കാര്യം ഈ ലാൽ സലാം എന്ന് പറയുന്ന പ്രയോഗം, അതായത് പ്രേം ഇപ്പോൾ പറഞ്ഞില്ലേ, ഈ ലാൽ സലാം എന്ന് പറയുന്ന സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രീഡിഗ്രി കാലത്തൊക്കെ ഇറങ്ങിയ ഒരു സിനിമയാണ്. അപ്പോൾ അത് സിനിമ എന്ന് പറയുന്നത് ചെറിയാൻ കൽപ്പപാടി എന്ന് പറയുന്ന ആലപ്പുഴക്കാരനായ ഒരു തിരക്കഥാകൃത്ത് എഴുതിയാണ്. നിങ്ങൾ പറഞ്ഞാൽ അതിനെ കറക്റ്റ്. ടി വി തോമസിൻ്റെ ഗൗരിയമ്മയുടെ ഒക്കെ കഥയടങ്ങുന്ന ഒരു കഥയാണ്. അപ്പോൾ ഈ ലാൽ സലാം എന്ന് പറഞ്ഞാൽ ചുവപ്പൻ അഭിവാദ്യം. അതിൽ മോഹൻലാലിന്റെ കഥാപാത്രം ചെറിയാൻ കൽപ്പവാടിയുടെ അച്ഛനാണ്. അതെ, അദ്ദേഹത്തിന്റെ അച്ഛനായ ഒരു മുതലാളി ആയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അവരുടെ കുടുംബകഥയൊക്കെ. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ചുവപ്പൻ അഭിവാദ്യം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം മോഹൻലാലിനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാക്കാൻ, മോഹൻലാലിന് ഇപ്പോൾ ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടുമ്പോൾ ഇത് പാർട്ടിയുടെ ഒരു പരിപാടിയല്ല. നിങ്ങൾ DYFIയോ അല്ലെങ്കിൽ CPM-ഓ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും അനുബന്ധ പിന്നെ നിങ്ങളുടെ പോഷക സംഘടനകൾ നടത്തുന്ന ഒരു പരിപാടിയാണെങ്കിൽ അതിന് നിങ്ങൾ ലാൽ സലാം എന്ന് വെച്ചുകൊണ്ട് മോഹൻലാലിൻ്റെ പേരിൻ്റെ അവസാനം ലാൽ എന്നുള്ളത് കൊണ്ട് ലാലിന് സലാം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുകയാണെങ്കിൽ അത് ഞങ്ങൾ സമ്മതിക്കാം. ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് പറയാന്ന് പറഞ്ഞാൽ ചെറിയാൻ ഫിലിപ്പിനെ ഇവരെയൊക്കെ ശരിക്കും അറിയാം. ചെറിയാൻ ഫിലിപ്പിന് ഒരു സാംസ്കാരിക മുഖം കൂടെയുണ്ട്. കാര്യം ചെറിയാൻ ഫിലിപ്പിനെ ഇവർ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കി 2 തവണ ജയിക്കാത്ത അദ്ദേഹത്തിന്റെ ഭാഗ്യക്കേട് കൊണ്ടാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കൈരളിയിൽ അദ്ദേഹത്തിനെ ഇരുത്തി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നോക്കിയപ്പോൾ ഈ ലാൽ സലാം എന്ന് പറയുന്നത് മോഹൻലാലിനെ തേരെഴുതി കൊടുത്ത് കൊണ്ടുപോകുന്ന ഒരു സ്റ്റൈൽ പോലെ ആയിപ്പോയി എന്ന രീതിയിൽ കാണുന്നുണ്ട്. കാര്യം അങ്ങനെ ഒരു ഭയം കോൺഗ്രസിന് ഇപ്പോൾ ഇവരുടെ ഓരോ ചുവടുവെപ്പിലുമുണ്ട്. കാര്യം ഇവര് ആരെയാണ് ഇറക്കി എന്ത് ഗെയിമാണ് കളിക്കാൻ പോകണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് ഈ CPM-ന്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. ഒന്ന്, ഈ വീണടം വിഷ്ണുലോകം എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ ഇവർക്കുണ്ട്. അത് ആർക്കും പറയാൻ കഴിയില്ല. ഇപ്പൊ ഒരു സ്വതന്ത്ര പരിവേഷമുള്ള ഒരാളിനെ ആണെങ്കിൽ പോലും ഇപ്പൊ സാനു മാഷിനെ അവർ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. കടമനിട്ടെ അവർ, സാനു മാഷ് MLA ആയിരുന്നു. കടമനിട്ടെ അവർ MLA ആക്കി. എന്തിന് മരണപ്പെട്ടു പോയ കലാഭവൻ മണിയെ അവർ ചാലക്കുടി സ്ഥാനാർത്ഥിയാക്കാൻ ഇരുന്നതാണ് എന്നൊരു വാർത്തയുണ്ടായിരുന്നു. ഇന്നസെന്റ് എങ്ങനെയാണ് സ്ഥാനാർത്ഥിയായത്? അദ്ദേഹത്തിന്റെ ജനപ്രിയതയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്നസെന്റ് അന്ന് തോപ്പിച്ച ആരെയാണെന്നറിയോ? PC ചാക്കോയാണ് തോപ്പിച്ചത്. ആലോചിച്ച് നോക്കുക. ചാലക്കുടിയിൽ. അതാണ് CPM-ന്റെ പ്രത്യേകത. CPM ലാൽ സലാം എന്ന് പറയുന്ന മുരളിയെ അവർ സ്ഥാനാർത്ഥിയാക്കി. തോറ്റും പോയേ. മുകേഷ് പക്ഷെ ജയിച്ചു. എങ്ങനെ ജയിച്ചെന്നറിയില്ല. മുകേഷ് ജയിച്ച പാവം കൊല്ലത്തെ സഖാക്കള് പ്രവർത്തകര് ശരിക്കും കഷ്ടപ്പെട്ടിട്ടാണ് ജയിച്ചത്. ഇയാളെ കയ്യിരിപ്പൊന്നും ജയിക്കാനൊന്നും പോകുന്നില്ല. അതായത് ഈ പാർട്ടിയുടെ ഒരു പ്രത്യേക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയി കഴിയുമ്പോൾ ഒരു കമാൻഡിങ് പവർ അവിടെ ഉണ്ടായിരുന്നു. ഈ കമാൻഡിങ് പവറിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കാൻ പറ്റില്ല. കാര്യം ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് ഈ ഓരോ ബ്രാഞ്ചിലെ വരെ സഹാക്കൾക്ക് ഉത്തരം പറയേണ്ടി വന്നിരുന്നത്. അതുകൊണ്ടാണ് ഈ മുകേഷൊക്കെ തട്ടിപ്പൊത്തി ജയിച്ചു പോയത്. കാര്യം ഇദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ അങ്ങനെയാണ്. എന്തുകൊണ്ട് ജയിച്ചില്ല, എനിക്ക് അതാണ് അറിയേണ്ടത് എന്നൊക്കെ ചോദിച്ചതായി. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്ക് മറുപടി ഉണ്ടാവില്ല. പിന്നെ ഈ പറയുന്ന പോലെ പിന്നെ ചൈനയിലെ കമ്മ്യൂണിസം അല്ലേ ഇവരെ കമ്മ്യൂണിസം, വല്ല നടപടിയൊക്കെ വന്നാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന രീതിയിലൊക്കെ ആയിപ്പോവും. അപ്പം അതുകൊണ്ട് ഈ ലാൽ സലാം എന്ന് പറയുന്ന പ്രയോഗം, അതിനെ ശരിക്കും ചുവപ്പൻ അഭിവാദ്യം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഹിന്ദിയിലും അത് ഹിന്ദിയാണ് ലാൽ സലാം വരുന്നത്. റെഡ് സല്യൂട്ട് ഇംഗ്ലീഷിൽ വരും. മറ്റൊന്ന് ചുവപ്പൻ അഭിവാദ്യം ഇത് മലയാളത്തിൽ വരും. അപ്പോൾ ഇത് ഒരു കണക്ക് കൂട്ടലാണ്. അപ്പോൾ സജി ചെറിയാൻ പറയുന്നത് ഞങ്ങൾ മോഹൻലാലിന് അദ്ദേഹം വലിയൊരു അവാർഡ് മേടിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങളൊന്ന് സ്വീകരിക്കാൻ വേണ്ടി ചെയ്തതാണ്. അല്ല, ഈ മോഹൻലാലിനെ ഇടതുപക്ഷ രാഷ്ട്രീയം കുറെ കാലമായിട്ട് സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിയേക്കുമായിരുന്നു. അതെ, കാരണം അദ്ദേഹത്തിന് കൃത്യമായ BJP അനുകൂല രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് ഒളിഞ്ഞും തെളിഞ്ഞ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അദ്ദേഹത്തിന് പിന്നെ അതുകൂടാതെ ഈ വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ചാരിറ്റി സംഘടന, അത് ഈ RSS-ഉമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ നമ്മുടെ സേവാഭാരതിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതാണെന്നുള്ള കാര്യവും പൊതുമധ്യത്തിലുണ്ട്. അതുകൂടാതെ നരേന്ദ്രമോദിയെ കണ്ണടച്ച് പിന്തുണയ്ക്കുന്ന ഒരാൾ കൂടിയാണ് മോഹൻലാൽ. അദ്ദേഹം നോട്ട് നിരോധിച്ച കാലത്ത് നടത്തിയ പ്രതികരണം, സോഷ്യൽ മീഡിയയിൽ എഴുതിയ കുറിപ്പ്, മറ്റേ ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞിട്ട് കുറിപ്പാണല്ലോ വരിക, അതിപ്പോഴും ട്രോളായിട്ട് ഓടുന്നുണ്ട് നോട്ട് നിരോധനത്തെക്കുറിച്ച്. പിന്നെ മറ്റേ കോവിഡ് വന്ന സമയത്ത് അതിനെ
മറ്റേ ലോക്ക്ഡൗണിനെ അനുകൂലിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവന, ഇങ്ങനെ ഓരോ കാലാകാലങ്ങളിൽ നരേന്ദ്രമോദിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ ഇടതുപക്ഷ പ്രവർത്തകർ തന്നെ കുത്തിയിരുന്നത് ട്രോളാക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മോഹൻലാലിന് ഒരു അവാർഡ് കിട്ടിയതിൻ്റെ പേരിൽ ഇത്തരത്തിൽ വലിയൊരു സ്വീകരണം ഒരുക്കുന്നതിൽ എന്തൊക്കെയോ ഒരു പന്തികേടുണ്ട്. അല്ല, പന്തികേടൊന്നുമല്ല, ഇത് തനിക്കാക്കി വിടക്കാക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. മോഹൻലാലിൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്തൊക്കെ അദ്ദേഹം SFIക്കാരനൊക്കെ ആയിരുന്നു. അതൊക്കെ ഇവരെല്ലാവരും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് മോഹൻലാൽ എന്ന് പറയുന്ന ഇത്രയും ജനപ്രിയനായ ഒരു നടൻ, അദ്ദേഹത്തിന് ഇങ്ങനൊരു അവാർഡ് കിട്ടുമ്പോൾ അദ്ദേഹത്തിനെ ഗവൺമെൻറ് കൂടെ ചേർത്ത് നിർത്തുന്നതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലാലിന് അത് നിഷേധിക്കാനും പറ്റില്ല. അതിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ തികഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളുണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു പ്രമാദമായ ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടൊക്കെ സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രിയെ അറിയാമല്ലോ നമുക്കെല്ലാം. AK ബാലൻ തുടങ്ങി വെച്ച് സജി ചെറിയാൻ അത് ചെയ്തു. അപ്പോൾ സജി ചെറിയാനെ സംബന്ധിച്ച് സജി ചെറിയാൻ എന്ന് പറയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ ഈ കോൺക്ലേവ് ഒക്കെ ഇപ്പം നടന്മാരെയൊക്കെ ഇനി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് പുറത്ത് വരില്ല, അത് വരില്ല. അതാണ് ആ ഉറപ്പ് കൃത്യമായിട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യം ഇദ്ദേഹത്തിന്റെ പേരും ലാലിന്റെ പേരും ഒക്കെ പരാമർശിക്കപ്പെട്ടിരുന്നു എന്നൊക്കെ പറയുന്നു. സ്വാഭാവികമല്ലേ? അതെ, അദ്ദേഹത്തിൻ്റെ പേരൊക്കെ പരാമർശിക്കപ്പെട്ടിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ലാലും മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തിന് ഫാൽക്കെ അവാർഡ് കിട്ടി അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്നു എന്ന് പറയുന്ന സർക്കാരിൻ്റെ പരിപാടിയാണ്. സർക്കാരിൻ്റെ പരിപാടി അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലാലിന് മാറി നിൽക്കാൻ കഴിയില്ല. പിന്നെ TK രാജീവ് കുമാറിൻ്റെ ഒരു സംഗീത സദസ്സോ അങ്ങനെ എന്തോ പരിപാടിയൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. ഇതേ മോഹൻലാലിനെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ നാഷണൽ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ലാലിന്റെ പരിപാടി ലാലിസം അത് ഓർമ്മയുണ്ടോ? അതെ, രതീഷ് വേഗ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറുടെ അന്ത്യം കൂടിയായിരുന്നു. അദ്ദേഹമാണ് ഈ മോഹൻലാലിനെ കൊണ്ട് ഈ പരിപാടി ഒക്കെ ചെയ്യിപ്പിച്ചത്. അത് പൊളിഞ്ഞു പോവുകയും ചെയ്ത് അവസാനം നാണം കെട്ട് മോഹൻലാൽ കിട്ടിയ കാശ് തിരിച്ചു കൊടുക്കേണ്ടിയും വന്നു. തീർച്ചയായിട്ടും. പക്ഷേ ഇത് അതാണ് പറയുന്നത്, ഇവർക്ക് നടത്തിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇവരുടെ ഒരു അപാരത കഴിവെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു സാധനമൊക്കെ ഒരു പ്ലാൻ ചെയ്താൽ അവർ ഭംഗിയായിട്ട് ചെയ്യും. അതുപോലെ രാജീവ് കുമാറിനെയല്ലേ ഏൽപ്പിക്കുന്നത്, രാജീവ് കുമാറിന് അത് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വേറൊന്നും കൊണ്ടല്ല, സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ താരങ്ങളുടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ളൊരു ഭയങ്കര ആഗ്രഹമൊക്കെ ഉള്ള ഒരാളാണ്. ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ കൂടെ ഭയങ്കരമായ താല്പര്യമുള്ള ആളെന്നൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സജി ചെറിയാൻ ഇങ്ങനെ ഒരു സർക്കാർ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ചെറിയാൻ ഫിലിപ്പ് ഇത് പറയുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ട്. ഇതിൽ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻകാരൊക്കെ വലിയ അസ്വസ്ഥരായിരിക്കും. കാര്യം തുറന്ന രാഷ്ട്രീയം ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് മമ്മൂട്ടി മാത്രമാണ്, ഇടതുപക്ഷ വേദികളിൽ സ്ഥിരം വന്നിട്ടുള്ളത്. അപ്പോൾ മമ്മൂട്ടിക്ക് കൊടുക്കാത്തൊരു ആദരം മോഹൻലാലിന് കൊടുക്കുന്നതിൽ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ അതൊക്കെ ഉണ്ടാകുമായിരിക്കും. സോഷ്യൽ മീഡിയയിലാണല്ലോ ഇപ്പോൾ മൊത്തം കിടന്ന് കളിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, മോഹൻലാലിനെ സർക്കാർ ആദരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പേര് വേണമായിരുന്നോ? കാര്യം ഒന്നാമത് ഭരണം ലാലിസവും ഇട്ടാൽ മതി, അപ്പൊ പിന്നെ പെട്ടെന്ന് കിട്ടും. ലാൽ സലാം എന്ന് പറയുന്നത് ശരിക്കും ഇവര് ഒരു കോമറേഡ്, ഒരു സഖാവ് മറ്റൊരു സഖാവിനെ കാണുമ്പോൾ ലാൽ സലാം സഖാവേ എന്ന് പറയുന്ന ഒരു വാക്കാണ്. അപ്പൊ അത് ശരിക്കും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞത് ശരി തന്നെയാണ്. അദ്ദേഹം ആ പറഞ്ഞ കാര്യത്തിൽ ഇതിലൊരു ദുഷ്ടലാക്കുണ്ട്. കാര്യം ഈ പരിപാടി പങ്കെടുക്കുന്നത് സർക്കാരിന്റെ പരിപാടി ആണെങ്കിലും പങ്കെടുക്കുന്നത് ചിലപ്പോൾ ജില്ലാ സെക്രട്ടറി ജോയി ഉൾപ്പെടെ, ചിലപ്പോൾ DYFI നേതാക്കൾ ഉൾപ്പെടെ എല്ലാം പാർട്ടിയുടെ ആൾക്കാരായിരിക്കും വരാൻ പോകുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോഴങ്ങനെ നമുക്ക് നോക്കുമ്പോൾ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഇത് കൂടെ ഇരുന്നവർക്കേ ആ കാര്യം അറിയാവൂ. ഇതൊരു പാർട്ടി ലൈനിൽ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം തന്നെയാണ്.